പ്രൈസ് ദി ലോർഡ്. എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും പ്രഭാത ചിന്തയിലേക്ക് വീണ്ടും വരുന്നതിനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്വാഗതം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്ന് പകൽക്കാലം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം അതിന്റെ 16 വാക്യം വായിക്കാം. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മെ ഓർക്കുന്ന ആരും തന്നെ ഈ ഭൂമിയിൽ കാണുകയില്ല. ഈ കാര്യം നമുക്ക് ഏവർക്കും സ്പഷ്ടമായിട്ട് അറിയാവുന്ന കാര്യമാണ്, അല്ലെ? ഭൂമിയിലെ ഒരു ലാബിലും കണ്ണുനീർ പരിശോധിച്ചിട്ട് അതിലെ വേദനയുടെ ആഴം പറയുവാൻ ഒരു ഗവേഷകർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു സത്യമായ കാര്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം. എന്നാൽ അന്നും ഇന്നും എന്നും എന്നേക്കും നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പുകളും ഉഴൽച്ചകളും തകർച്ചകളും എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഈ അറിവാണ് നമുക്ക് ഈ പ്രഭാതത്തിൽ ആവശ്യമായിരിക്കുന്നത്. ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എത്രയോ അത്ഭുതകരമാണ്. ആരെല്ലാം മറന്നാലും നമ്മെ മറക്കാത്ത സ്നേഹവാനായ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. എപ്പോഴും കാണുവാനും എപ്പോഴും അറിയുവാനും നമുക്ക് വേണ്ടി ആരും ലോകത്തില്ലെന്ന് വരികിലും എല്ലായ്പ്പോഴും നമ്മെ അറിയുന്ന ദൈവത്തിന്റെ സ്നേഹം മാത്രം മതിയാകും നമുക്ക് നിലനിൽക്കുവാൻ. മാത്രമല്ല, ഇന്ന് തളർന്നു പോകുന്ന വിഷയങ്ങളിൽ ഒരു വിജയം കരസ്ഥമാക്കുവാൻ ഈ ദൈവത്തിന്റെ സ്നേഹം മാത്രം മതിയാകും നമുക്ക്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, പ്രിയ സഹോദര, നിരാശയിലായിരിക്കുന്ന സഹോദരിയെ, ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. അത്ഭുതകരമായി ഓരോ സെക്കൻഡിലും നടത്തുവാൻ കഴിവുള്ള ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ചു മുന്നേറാം. നമ്മെ അവന്റെ ഉള്ളങ്കരത്തിൽ വഹിച്ചിരിക്കുകയാണ്. ക്ഷീണിച്ചു മടുത്തു പോകാതെ കർത്താവിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. മറാനാഥ.